BJP ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കുത്തനെ ലോക്സഭാ സീറ്റുകൾ വർദ്ധിപ്പിക്കാനുള്ള നീക്കം നടത്തുകയാണ്. അതിന് കാരണമാകുന്നത് അവിടെയെല്ലാം BJPക്ക് സേഫ് സോണാണ്. BJP ഒരു കാലത്തും പരാജയപ്പെടില്ല, അവിടെ പ്രതിപക്ഷമില്ല എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ യഥാർത്ഥത്തിൽ വിളക്കാൻ തേച്ചത് പാണ്ടായി മാറുകയാണ്. വനിതാ സംരക്ഷണത്തിന് വേണ്ടിയാണ് ബില്ല് അവതരിപ്പിച്ചത് എന്ന് പറയുമ്പോൾ അതിൻ്റെ യഥാർത്ഥ രൂപം, അതിൻ്റെ യഥാർത്ഥ ഗൗരവം എന്താണ് എന്നുള്ളത് സാധാരണക്കാർക്ക് വരെ മനസ്സിലായി കഴിഞ്ഞ സ്ഥിതിയാണ്. BJP എന്തൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടും അതങ്ങോട്ട് ഈ രാജ്യത്ത് യേശുന്നില്ല. SIR നടപടികളിലൂടെ സാധാരണക്കാരുടെ വോട്ടവകാശം എടുത്തു കളഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് കുറേയധികം കുടിയേറി പാർത്തവർ ഉണ്ട് എന്ന് പറയുമ്പോൾ BJP ജയിച്ച ദക്ഷിണേന്ത്യയിലെ പല ലോക്സഭാ മണ്ഡലങ്ങളിലും ചേർത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ചേർത്ത അനധികൃതമായ വോട്ടർമാരുടെ നീണ്ട ലിസ്റ്റാണ് ഈ കാര്യത്തിലൊക്കെ BJPക്ക് മറുപടി പോലും പറയാൻ കഴിയാതെ വെട്ടിലായിരിക്കുന്നത്. രണ്ട് കാര്യങ്ങളിൽ BJPക്ക് മറുപടിയില്ല. വനിതാ റിസർവേഷന് വേണ്ടിയാണ് ബില്ല് അവതരിപ്പിച്ചത്. ലോക്സഭയുടെ സീറ്റ് പരിധി 800-ൽ കൂടുതൽ ഉയർത്തുന്നു. അതിൽ 33% വനിതകൾക്ക് സംവരണം. കൃത്യമായ ചോദ്യമാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള കല്യാൺ ബാനർജി ചോദിച്ചത്. വനിതാ സംവരണം പ്രധാനമന്ത്രിക്കില്ലേ? സാധാരണഗതിയിൽ നമുക്കറിയാം, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മേയർ സംവരണം റൊട്ടേഷൻ ബേസിസിലാണ്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി പദം റൊട്ടേഷണൽ ബേസിസിൽ കൊണ്ടുവരാൻ എന്താണ് ഇത്ര മടി? നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കാൻ തുടങ്ങിയിട്ട് 12 കൊല്ലം കഴിയുകയാണ്. ഈ 12 കൊല്ലം അവിടെ അടക്കി പിടിച്ചിരിക്കുകയാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായതിനു ശേഷം പിന്നീട് പ്രധാനമന്ത്രിയാകുന്നു. നീണ്ട 25 കൊല്ലക്കാലം ഒരു പ്രധാന ഭരണത്തലവനായി ഏതെങ്കിലും ഒരു സംസ്ഥാനത്തായിരുന്നാലും രാജ്യത്തായിരുന്നാലും ഏതെങ്കിലും ഒരു പോസ്റ്റിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന മോദിയെ വെല്ലുവിളിക്കുകയാണ് പ്രതിപക്ഷത്തെ ഏറ്റവും ശക്തരായ MPമാർ. രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യഥാർത്ഥ ചെയ്തികൾ എന്താണ് എന്നുള്ളത്. പ്രതിപക്ഷ നേതാവായ തനിക്കും ലോക്സഭയിൽ ലീഡറായിട്ടുള്ള പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്കും വൈഫ് തിങ് എന്ന് പറയുന്നത് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കി. വാസ്തവത്തിൽ അത് പരിഹാസമാണ്. കാരണം പ്രധാനമന്ത്രി വിവാഹിതനാണ്. പ്രധാനമന്ത്രി ഡിവോഴ്സ് നടത്തിയിട്ടില്ല. ഇപ്പോഴും രേഖകളിൽ അഫിഡവിറ്റിൽ സത്യവാങ്മൂലം വ്യാജ രീതിയിലാണ് എന്നുള്ളത് സത്യമാണ്. കാരണം യശോദാബെൻ ഇതുവരെയും വിവാഹമോചിതയായിട്ടില്ല. അവർ നിയമപരമായി പ്രധാനമന്ത്രിയുടെ ഭാര്യ തന്നെയാണ്. എന്നാൽ ഈ കാര്യത്തെക്കുറിച്ച് നരേന്ദ്രമോദി ഒരക്ഷരം മുഴിയാടുന്നില്ല എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥ സ്ത്രീവിരുദ്ധതയുടെ ആഴം കൂട്ടുന്നത് എന്ന് പരോക്ഷമായി MPമാർ വ്യക്തമാക്കുകയാണ്.